മാനവരാശിയുടെ പാപപരിഹാരത്തിനായി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച യേശുനാഥൻ സഹനത്തിനും കണ്ണീരിനും പുതിയൊരർത്ഥം നൽകുകയായിരുന്നു. വേദനയുടെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയ പുതിയ മാതൃക സകല ജനങ്ങൾക്കു മുന്നിൽ അമൂല്യമായ രക്ഷാകര സന്ദേശം തന്നെയായിരുന്നു. ആ മാതൃക പിന്തുടർന്ന് സഹനത്തിന്റെ വീഥികളിലൂടെ വിജയം നേടിയ അനേക സജീവ സാക്ഷ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കണ്ണീരിന്റെ ക്രിസ്തീയമായ അർത്ഥം ഗ്രഹിക്കുന്നവർക്കു മുന്നിൽ അതിനു പിന്നിലെ ശക്തമായ ദൈവകരങ്ങളുടെ മഹനീയതയും വെളിപ്പെടുത്തപ്പെടുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ ദൈവത്തിന് സജീവ സാക്ഷ്യം വഹിക്കുവാൻ സന്നദ്ധരാവുന്ന അനേകരിലൂടെ ഇന്നും അവിടുന്ന് പ്രവർത്തിക്കുന്നു. അത്തരം തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അവിടുത്തെ സുവിശേഷ സന്ദേശങ്ങൾ അനേക ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഒഴുക്കുന്നു. സഹനത്തിന്റെയും വേദനകളുടെയും വീഥികളിലൂടെ സഞ്ചരിച്ച് അനേകാത്മാക്കളെ നേടിയ കർത്താവിൻ്റെ പ്രിയ അഭിഷിക്തൻ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറച്ച വെളിച്ചം അക്ഷരങ്ങളിലൂടെയും വചനങ്ങളിലൂടെയും ലോകത്തിന് പകർന്ന പ്രേഷിതൻ, ആനുകാലിക കേരള സഭയിലെ ശ്രദ്ധേയനായ പണ്ഡിത പ്രമുഖൻ, അധ്യാപകനായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തന്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറൻ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം വിവരണങ്ങൾക്കതീതനാണ്. പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഉടനീളം മിഴിവാർന്നു നിൽക്കുന്ന ദൈവകരങ്ങൾ അത്ഭുതകരവും. സഹനങ്ങളെ കുരിശോട് ചേർത്തു സമർപ്പിച്ച് ക്രിസ്തുവിനായി നിലകൊള്ളുമ്പോൾ ആ ജീവിതത്തിൽ അവിടുന്ന് നടത്തുന്ന ഇടപെടലുകൾക്ക് ഉത്തമ സാക്ഷ്യമാണ് ഈ ജീവിതം. ഏറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ മലബാറിന്റെ ചരിത്രത്തിൽ സ്മരണീയമായ സ്ഥാനം നേടിയ മലബാർ കുടിയേറ്റം, അത് ഒരു ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൂടി ചരിത്രമാണ്. ആ കാലഘട്ടങ്ങളിലെ കണ്ണീരിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും ഉയർക്കൊണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവിടെ നിന്നും ഊർജം ഉൾക്കൊണ്ട് പടർന്നു പന്തലിച്ച ഒട്ടേറെ വ്യക്തിത്വങ്ങളും. മധ്യകേരളത്തിലെ കലയന്താനിയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ കുളത്തുവയലിലേക്ക് 1943 കുടിയേറിപ്പാർത്ത കാരിമറ്റം കുടുംബം പങ്കുവയ്ക്കുന്ന കഥയും വ്യത്യസ്തമല്ല. ദാരിദ്ര്യത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഉമിത്തിയിൽ എരിഞ്ഞു ശുദ്ധീകരിക്കപ്പെട്ട ആ കുടുംബത്തിൽ നിന്നും കേരള സഭയ്ക്ക് സമ്മാനമായി ലഭിച്ച 2 താരങ്ങളുണ്ട്. ഒന്ന്, കേരള സഭയിലെ പ്രമുഖനായ പണ്ഡിതനും എഴുത്തുകാരനുമായ റവറൻ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം. അടുത്തത് MSMI സഭയുടെ സുപ്പീരിയർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ. എനിക്കൊരു 9 മാസം പ്രായമാകുമ്പോഴാണ് എന്നെയും കൊണ്ട് അബ്രാഹം ഇസാഖിനും കൊണ്ട് പോയെന്ന് പറഞ്ഞ മലബാറിലേക്ക്. മലബാറിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മലബാറിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. മലബാറിലേക്കുള്ള കുടിയേറ്റം തന്നെ വളരെ സാഹസികമായിരുന്നു. ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇരിക്കുന്ന 9 മാസം പ്രായമുണ്ട്. ചാച്ചനുണ്ട്, ചാച്ചൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മച്ചിയുണ്ട്, പിന്നെ ചാച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും 2 മക്കളും, പിന്നെ അയൽക്കാർ 2 കൂട്ടുകാർ. ഇങ്ങനെ ഒരു 10-15 പേര് ഒരുമിച്ചാണ് വരുന്നത്. തൊടുപുഴ വന്നപ്പോഴത്തേക്കും ബസ് കിട്ടുന്നില്ല. ഒരു ദിവസം തൊടുപുഴ കിടന്നു. അത് കഴിഞ്ഞ് ആലുവായിലെത്തി. ആലുവായിൽ നിന്ന് ട്രെയിൻ കിട്ടാൻ പ്രയാസം. അങ്ങനെ 2-3 ദിവസം വഴിക്ക് കിടന്നിട്ടാണ് കോഴിക്കോട് വന്നത്. കോഴിക്കോട് വന്ന ഒരു തരത്തിൽ ഈ ബാലശ്ശേരി എന്ന സ്ഥലത്ത് വരുമ്പോൾ അവർ പറഞ്ഞു സ്ഥലം കിട്ടാനില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല 3 ഇരട്ടി കാശ് കൊടുക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഇതില്ല. ഈ കുഞ്ഞുങ്ങൾ, പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളും ഈ കഷ്ടപ്പാട്, പിന്നെ എന്താ ചെയ്യുക, എവിടെയെങ്കിലും വേഗം സ്ഥലം മേടിച്ചേ മതിയാവും. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ നരുതടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത്. വെട്ടിത്തെളിച്ച് വരുമ്പോൾ മുഴുവൻ കുന്നായിരുന്നു. ആകപ്പാടെ അല്പം വയലും ബാക്കി മുഴുവൻ കുന്നു. അച്ഛൻ എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ 7 മക്കളായിരുന്നു. ഞാനാണ് മൂത്തത്. എൻ്റെ ഇളയത് 2 പെങ്ങന്മാർ,
ഒരു പെങ്ങൾ വിവാഹം കഴിച്ചു, അവൾക്ക് 4 മക്കളുണ്ട്, അവളുടെ മക്കൾക്കും എല്ലാവരും മക്കളുണ്ട്. രണ്ടാമത്തെ സഹോദരി സിസ്റ്ററാണ്, MSMI സഭയിലെ അംഗമാണ്, ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറലാണ്. പുള്ളിക്കാരത്തി ഒരു ഡോക്ടറാണ്, റോമിലാണ് മെഡിസിൻ പഠിച്ചത്. പേര് ലിറ്റിൽ ഫ്ലവർ എന്നാണ് പറയുക, അന്നക്കാരി മറ്റൊന്നും അറിയപ്പെടും, അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലവർ. പിന്നെ ഉള്ളത് 4 അനുജന്മാരായിരുന്നു. അനുജന്മാരിൽ ഒരനുജൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന 3 സഹോദരങ്ങളിൽ ഒരാൾ ഒരു 12 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 സഹോദരങ്ങളും 2 സഹോദരിമാരുമാണ് ഉള്ളത്. മാതാപിതാക്കളിൽ ആരാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? മാതാപിതാക്കളിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചിക്ക് ഇപ്പോൾ വയസ്സ് 94ആയി. പുള്ളിക്കാരത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ജനുവരി 1-ാം തീയതിയാണ് പുള്ളിയുടെ ജന്മദിനം. ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കി അവസാനം ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും 1921 ജനുവരി 1-ാം തീയതിയാണ് പുള്ളിയുടെ ജന്മദിനം. അതുകൊണ്ട് ഞങ്ങൾ നവതിയൊക്കെ ഒന്ന് ആഘോഷിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഒരു ശതാബ്ദി ആഘോഷിക്കാനായിട്ടുള്ള ന്യൂ ഇയർ ആയതുകൊണ്ട് അമ്മയുടെ ജന്മദിനം ലോകം മുഴുവൻ എല്ലാവരും ആചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അമ്മ ഇപ്പോഴും കാര്യമായിട്ട് അസുഖങ്ങളൊന്നുമില്ല. ഏറ്റുനടക്കാനൊക്കെ പറ്റും. വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാം, പ്രയാസമില്ല. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ജീവിത വീഥികളിലുടനീളം അദ്ദേഹത്തെ പിന്തുടരുന്ന ചില സഹനമുദ്രകളുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും പലപ്പോഴും വ്യത്യസ്തമായിരിക്കുമെങ്കിലും തീഷ്ണതയ്ക്ക് മാറ്റമില്ല. തൻ്റെ ചെറുപ്പകാലത്തെ വേദനകളും ദുരിതങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് പകർന്നു നൽകുന്ന ചില ആത്മീയ ചിന്തകളുണ്ട്. അത് ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണത്തിൻ്റെ തെളിച്ചമുള്ള ബോധ്യങ്ങൾ തന്നെയാണ്. മരിക്കാനായിട്ട് ഒഴിഞ്ഞിട്ടിരുന്നൊരു വ്യക്തിയെ പോലെ ഞാൻ എന്നെ കാണുക. കാരണം ഞാൻ ഈ മലബാറിലേക്ക് വന്നത്, ഇപ്പം അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, മലബാറിലേക്ക് വരുമ്പോൾ എനിക്ക് 9 മാസം പ്രായമേ ഉള്ളൂ. അതിന് താമസിയാതെ ഈ സാധാരണ ഉണ്ടാകുന്ന ചൊറിയും കരപ്പിനും ഒക്കെ ബാധിച്ചു. അത് വളരെ രൂക്ഷമായ പ്രശ്നമായി. അതിൻ്റെ കൂടുതൽ മലേറിയ കൊണ്ട് ബാധിച്ചു. അപ്പോൾ 1 വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ ഈ 2 രോഗങ്ങളോട് അന്ന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളില്ല. ആപ്പാടെയുള്ളത് കോഴിക്കോടാണ്. അവിടെ വരെ കൊണ്ടുപോകാനുള്ള സാധ്യതകളും സാമ്പത്തിക ശേഷിയില്ല, യാത്രാ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് എങ്ങനെയാകുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 2 വയസ്സായപ്പോഴത്തേക്ക് അതങ്ങ് മാറി. പക്ഷേ മലേറിയയുടെ സംഗതി കൂടുതലായിട്ട് വന്നു. മലേറിയ ഒന്ന് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്ന് പലരും മലേറിയ ബാധിച്ചു മരിച്ചു. അമ്മച്ചിക്ക് മലേറിയ ബാധിച്ചു. എനിക്ക് മലേറിയ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ 2-ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എന്നെ ഒരു പനിക്കണ്ട എന്നാണ് വിളിച്ചിരുന്നത്. പനിക്കണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. മലേറിയ ബാധിക്കുമ്പോൾ സ്പ്ലീൻ കട്ടിയാവും. സ്പ്ലീൻ കട്ടിയാകുമ്പോൾ വലത്ത് വരുമ്പോൾ അതിലൊരു കട്ട പോലെ ഇരിക്കും. അതിനെ പനിക്കണ്ടത്. ഞാൻ അവിടെ ശോഷിച്ചൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എങ്ങനെ അതൊരു നാണക്കേടായിരുന്നു. ഇരട്ടപ്പേര് അങ്ങനെ ഒന്ന് കിട്ടി. അതാണ് എൻ്റെ തുടക്കത്തിലുള്ളത്. ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത് കുളത്തുവയിലാണ്. കുളത്തുവയിലെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. പ്രൈമറി സ്കൂൾ മാത്രമേ അന്ന് പ്രൈമറി സ്കൂളും UP സ്കൂളും ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ. പ്രൈമറി സ്കൂളിൽ പോകുമ്പോൾ ചാച്ചനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്നെ കഴിയുന്നതും പഠിപ്പിക്കണം. ഒരിക്കൽ പറഞ്ഞിരുന്നു, നീ തോക്കുന്നവരെ നിന്നെ ഞാൻ പഠിപ്പിക്കും. അതൊരു വാശിയായിരുന്നു, എന്നെ പഠിപ്പിക്കണം. അങ്ങനെ സന്തോഷമായിരുന്നു. പിന്നീട് ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പിന്നെ ചെറുപ്പത്തിലെ എങ്ങനെയോ സംസാരത്തിലൊക്കെ വളരെ സ്ഫുടതയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. പള്ളിക്കൂടത്തിൽ എന്നിട്ട് ആണെങ്കിലും നാട്ടുകാരൊക്കെ തടഞ്ഞു നിർത്തി വർത്തമാനം പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, ഒരു ഹോളണ്ടുകാരൻ, യോപ്പ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, മൈക്കിൾ യു ഷുഡ് നോട്ട് ബി സ്പീക്കിംഗ്. നിനക്ക് സംസാരിക്കാൻ പാടില്ല. എന്താ അങ്ങനെ? അതിൻ്റെ വാ കണ്ടില്ലേ ഇരിക്കുന്നത്? എൻ്റെ വായിക്ക് എന്താ കുഴപ്പം? നിനക്ക് വാ തുറക്കാൻ പറ്റുമോ? വാ തുറക്കാം. മാക്സിമം 1 ഇഞ്ച് എനിക്ക് വാ തുറക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഈ ഇത് കൂടിയിരിക്കുകയാണ്. എനിക്ക് വാ തുറക്കാൻ സാധിക്കില്ല. എൻ്റെ നാക്കിനെനിക്ക് നീട്ടാൻ പറ്റില്ല. നാവിൻ്റെ അടി ബന്ധമുണ്ട്. പിന്നെ ഈ ശബ്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വോളിയം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അണ്ണാക്കെന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടാകും. അതൊരു ചെറിയ കുഴിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു സ്പീച്ച് തെറപ്പി സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി നോർമലി യു ഷുഡ് നോട്ട് സ്പീക്കിംഗ്, സോ കീപ് ക്വയറ്റ്, യു ഷുഡ് നോട്ട് സ്പീക്കിംഗ്. എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ ഉരുണ്ട് വീഴും. പരസ്പരം മനസ്സിലാക്കാൻ പോകും. അപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധം. അതുകൊണ്ട് ചെറുപ്പം മുതലേ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായി. ഇപ്പോഴാണ് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്നത് ചിലത് വ്യക്തമല്ലാതെ പോകുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയോ അത് ഞാൻ അറിയാതെ തന്നെ ഓവർകം ചെയ്തതായിട്ട് തോന്നുക. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വൈദികരിൽ ഒരാളാണല്ലോ.
അത് തമ്പുരാൻ്റെ ഓരോ വികൃതികളെന്ന് പറയും. എൻ്റെ പ്രധാനപ്പെട്ട 2 തൊഴിലായിട്ട് തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ഒന്ന് സംസാരിക്കുക, 2 എഴുതുക. അപ്പോൾ സംസാരത്തിൻ്റെ കഥ ഇത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് എഴുത്താണ്. ഞാൻ എഴുതിയത് എനിക്ക് തന്നെ വായിക്കാൻ പലപ്പോഴും പ്രയാസമുണ്ടാകും. ഞാനിങ്ങനെ നോട്ട് കുറിച്ച് വെക്കും വളരെ ഫാസ്റ്റായിട്ട്. അപ്പോൾ മനസ്സ് നീങ്ങുന്ന രീതിയിൽ കൈ നീങ്ങാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും എഴുത്ത് കാക്കതുകൊണ്ട് ഇതുപോലെയാവും. അപ്പോൾ എന്താ എഴുതുന്നവരും സംശയിക്കും. പക്ഷേ എന്നാലും 10,000-കണക്കിന് പേപ്പർ ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല തമ്പുരാൻ എന്തുകൊണ്ടാണ് എഴുതാനായി എന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് തന്നില്ല. സംസാരിക്കലാണ് തൊഴിലെങ്കിൽ എന്തുകൊണ്ട് സംസാരിക്കാനുള്ള ഈ സൗകര്യങ്ങളൊന്നും ഒരുക്കി തന്നില്ല. അവസാനം എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്, ഇതുകൊണ്ട് നീ ചെയ്യുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കാര്യമറ്റമച്ഛൻ്റെ ജീവിതാനുഭവങ്ങളെ വ്യത്യസ്തമാക്കുന്ന ദൈവപരിപാലനയുടെ ചില നേർക്കാഴ്ചകളുണ്ട്. വ്യക്തമായ ഇടപെടലുകളോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ദൈവകരങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നതായി കാണാം. വ്യക്തികളിലൂടെയും അവസരങ്ങളിലൂടെയും നന്നേ ചെറുപ്പം മുതൽ ആ പരിപാലന അദ്ദേഹം തിരിച്ചറിയുന്നു. തൻ്റെ പിതൃമാതാവിൻ്റെ ഇടപെടലുകൾ ഭക്തിയും വിശ്വാസവും വളർത്തുന്നതിന് പ്രധാനമായൊരു ഘടകമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ ഓർമ്മിക്കുന്നു. നിർബന്ധ ബുദ്ധിയോടെ തന്നെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമെല്ലാം അഭ്യസിപ്പിക്കുകയും ചെറുപ്പത്തിലെ തന്നെ പതിവായി പള്ളിയിൽ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആ അമ്മ ഒരു തികഞ്ഞ പ്രേക്ഷിതനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക് നിർണായകമാണ്. ഈ കാലത്തും കൊച്ചുമക്കളുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും മുതിർന്ന തലമുറയ്ക്കുള്ള സ്ഥാനത്തെ ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചാച്ചനും അമ്മയും അമ്മച്ചിയും ഇവർ 3 പേരാണ് പ്രധാനമായിട്ടുള്ളത്. അവർ വെളുപ്പാങ്കാലത്തിലെടുത്തിട്ട് പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടുപിടിച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തോ ചേർന്ന് പുറകുറുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പ്രാർത്ഥിക്കുക, നമ്മൾ എനിക്കും പ്രാർത്ഥിക്കണം. അപ്പം വെളുപ്പാങ്കാലത്ത് കോഴി കൂകുമ്പോഴാണ് അവർ എണീക്കുക. കോഴി കൂകുമ്പോൾ എണീറ്റ് അന്ന് എന്തൊക്കെയാണ് പ്രാർത്ഥന എനിക്കറിയാൻ പാടില്ല. ഒരു അരമണിക്കൂറോളം പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങും. ചിലപ്പം വിളിച്ചില്ല പിന്നെ പിറ്റേ ദിവസം ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം എന്ന് രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതൊന്ന്. രണ്ടാമത്തേത് പിന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനയാണ്. വൈകുന്നേരം അവർ 3 പേരും കൂടി പ്രാർത്ഥിക്കും. ജപമാലയുണ്ട്. പിന്നെ ഒരു മണിക്കൂർ ദീർഘിക്കുന്ന പ്രാർത്ഥനയാണ്. എന്തൊക്കെയോ വിശുദ്ധന്മാരുടെ ലുത്തിനിയായും മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട്. തിരുഹൃദയ കുന്തയുണ്ട്. വണക്കമാസം ഈ മണക്കമാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. മണക്കമാസം വായനക്കാരൻ ഞാനായിരുന്നു. ഈ മണക്കമല്ല പിന്നെ വണക്കമാണെന്ന് പിന്നീട് അമ്മ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ 3 വണക്കമാസം ഉണ്ടായിരുന്നത്. ഔസേപിതാവിൻ്റെ വണക്കമാസം മാർച്ച് മാസത്തിലുണ്ട്, മാതാവിൻ്റേത് മെയ് മാസത്തിലുണ്ട്, തിരുഹൃദയം ജൂൺ മാസത്തിൽ. മാതാവിൻ്റെ വണക്കമാസമാണ് ഏറ്റവും ആഘോഷം. അമ്മയുടെ ഒരു ചൊല്ലുണ്ടായിരുന്നു, മാതാവിൻ്റെ വണക്കമാസം കഴിഞ്ഞാൽ പിന്നെ നിർത്താത്ത മഴയാണ്, മഴക്കാലം ആരംഭിക്കുക. ശരിയാണ്, ജൂണിനോടുകൂടി കാലവർഷം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ വണക്കമാസം വായനയും പിന്നെ അന്നത്തെ കഥകളും. വല്യമ്മയ്ക്ക് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ ഇളയ മകൻ്റെ മൂത്ത മകനായതുകൊണ്ട് എന്നെ കൊണ്ടു നടക്കുക. അപ്പോൾ എന്നെ എല്ലാ പാഠങ്ങളും അറിയാം. ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ അന്നത്തെ പുറത്ത് 32 കൂട്ടം നമസ്കാരങ്ങളെന്ന് പറയും. പിതാവിൻ്റെയും പുത്രൻ്റെയും മുതലിങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 32 കൂട്ടം നമസ്കാരങ്ങളും പഠിക്കണം. ആ പഠിച്ചതെല്ലാം ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കണം. അതെനിക്ക് നിർബന്ധം. അതൊരു 4 വയസ്സായപ്പോൾ മുതൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചൊല്ലിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് നേരത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. പിള്ളേർ ഞാൻ ഉള്ളൂ, പിന്നെ എൻ്റെ 2 പെങ്ങന്മാർ. പക്ഷേ എന്നെക്കൊണ്ട് ഇത് ചൊല്ലിക്കും നിർബന്ധമായിട്ടും. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ബാക്കി പ്രാർത്ഥനകളുള്ളൂ. അപ്പോൾ അങ്ങനെ പള്ളിപ്പള്ളി ഞാൻ 1-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് നമസ്കാരങ്ങളെല്ലാം അറിയാം. അങ്ങനെ വന്നപ്പം അമ്മയ്ക്ക് തോന്നി എനിക്ക് കുർബാന സ്വീകരിക്കണം. കുർബാന സ്വീകരിക്കാൻ 10 വയസ്സെങ്കിലും ആണെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇനി 4-ാം ക്ലാസ്സിലെങ്കിലും ആകാതെ വികാരിച്ചിൻ്റെ അടുത്ത് വന്നു. അതെങ്ങനെ ഇപ്പോൾ കൊടുക്കുന്നത് ശരിയാവില്ല. നമുക്കത് ശരിയാകില്ല. അവരെന്താ കുഴപ്പം, അവരെന്താ കുറവ്, പഠിച്ചിട്ടുണ്ടോ, ഞങ്ങളോട് ചോദിച്ചു നോക്ക്. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ എന്താ വേണ്ടേ? ഇപ്പോൾ ഇവരിന് വയസ്സ് കുറവാണെന്നുള്ളതിന് എന്താ കുഴപ്പം? അച്ഛൻ ഈ വിധവയുടെ കഥ പറഞ്ഞവരാണ്. ന്യായാധിപൻ വിധവയുടെ കഥ. അമ്മയുടെ ശല്യം കൊണ്ട് മടുത്തിട്ട് എന്നെ 2-ാം ക്ലാസ്സിൽ പഠിക്കും എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് 7 വയസ്സാകുന്നതേ ഉള്ളൂ. കഷ്ടി 4 വയസ്സ് 7 വയസ്സാകുമ്പോഴത്തേക്കും കുർബാന സ്വീകരിക്കാനായി. പിന്നെ എല്ലാ ദിവസവും കഴിഞ്ഞിടത്തോളം പള്ളി പോകാൻ താല്പര്യമുണ്ടായി. കാരണം പള്ളി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുർബാന സ്വീകരിച്ചിട്ട് തുപ്പാൻ പാടില്ലെന്ന്.
അതെ. അപ്പോൾ കുർബാന സ്വീകരിച്ചതിന് ശേഷം തുപ്പണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിരിക്കണം. അതുകൊണ്ട് അമ്മ എവിടുന്നെങ്കിലും 10 പൈസ സംഘടിപ്പിച്ച് കുർബാന കഴിഞ്ഞാൽ ഉടനെ ചായ മേടിച്ച് തരും. അപ്പോൾ എനിക്ക് കുർബാനയേക്കാൾ കൂടുതൽ ചായ കൂടിയാണ് കൂടുതൽ താല്പര്യം. പ്രധാനമായിട്ട് ഏതായാലും അങ്ങനെ അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ ചായയും ഒക്കെ ആയിട്ട് എനിക്ക് കുർബാനയോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ 2ാം ക്ലാസ് കഴിഞ്ഞു. മതബോധനം ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കിവിടെ സ്കൂളിലുണ്ടായിരുന്നു, മതബോധനം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഇടവക ദേവാലയവുമായി ഉറപ്പുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു. അൾത്താര ബാലനായും ഗായക സംഘത്തിൽ അംഗമായും തുടങ്ങി ആവുന്ന മേഖലകളിലെല്ലാം ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിച്ചിരുന്നത് തന്നിലെ അഭിഷിക്തനെ ഒരുക്കിയെടുക്കുവാൻ പര്യാപ്തമായി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ ഞാൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് CJ വർക്കിച്ചൻ അവിടെ സ്കൂളിൽ വരിക, അവരുടെ ഇടവകയായിട്ടിലേക്ക് വരിക. അച്ഛൻ വന്ന് കുർബാനയ്ക്ക് കൂടാനായിട്ട് പിള്ളേരെ എടുക്കുമായിരുന്നു, അൾത്താര ബാലന്മാരായിട്ട്. ആ കൂട്ടത്തിൽ ഞാനും കൂടി. അപ്പോൾ അന്നത്തെ അൾത്താര ബാലന്മാർക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു, പ്രത്യേക വേഷമുണ്ട്, ഇന്നത്തെ പോലെയല്ല. അതൊരു ചുവന്ന പാവാട പോലെ ഒരു ഉടുപ്പായുണ്ട്, അതിൻ്റെ പുറത്ത് സൂർപ്ലീസ് പോലെ ഒരു വെളുത്ത ഉപ്പായുണ്ട്. ഇതൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഗംഭീരമായിരിക്കും. അപ്പോൾ അതൊന്നും ഇട്ട് കാണണം. അപ്പോൾ പഠിച്ചു. ഞാനും വേറെ 3-4 പേരുണ്ടായിരുന്നു. അത് ആദ്യത്തെ ബാച്ച് 2 പേര് ഞാൻ ആദ്യം പഠിച്ചു. അന്നത്തെ കുർബാന ലത്തീൻ കുർബാനയാണ്. ലത്തീൻ കുർബാന നമുക്ക് ലത്തീൻ അറിയാൻ പാടില്ലല്ലോ, പക്ഷേ അത് ലത്തീൻ ഭാഷയിലുള്ളത് ഈ മലയാളം അക്ഷരത്തിൽ എഴുതിയിരിക്കും. ഇന്നോമനെ പാത്രിസ് എത് ഫീലി എത് സ്പിരിത്തു സാങ്തി എന്ന് പറയും, ആമൻ എന്ന് പറയണം. ഇൻത്രോ ഈബോ അത് അൾത്താരെ ദേയി എന്ന് പറയുമ്പോൾ അത് തുടർച്ചയാണ് പോകുന്നത്. അങ്ങനെ ഒരു മലയാളം ലിപിയിൽ എഴുതി ലത്തീനിൽ ചെല്ലുന്നതാണ്. അതെല്ലാം ചെയ്യും. അപ്പോൾ അതൊരു വലിയ കാര്യമായി. അങ്ങനെ അതൊരു വലിയ സന്തോഷത്തോടു കൂടി കുറച്ച് നാളങ്ങനെ പോയി. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ബാല്യകാലം ഏറെ വ്യത്യസ്തമാണ്. ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും അനുഭവ തീഷ്ണത കൊണ്ടും അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കത്തക്കതായ ശക്തി ആ കാലഘട്ടത്തിനുണ്ട്. രോഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയുമായ കറുത്ത അധ്യായങ്ങൾക്ക് ദൈവാത്മാവ് നൽകിയ വില ഉറച്ച ബോധ്യങ്ങളായിരുന്നു. ഒരു പക്ഷേ മറ്റൊരാൾക്കും ആ പ്രായത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ലാത്ത കനത്ത ഭാരത്തെ ദൈവം ചുമലിൽ നൽകിയിരുന്നുവെങ്കിലും ആ അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ നയിച്ചത് വ്യക്തമായും തിരിച്ചറിവുകളുടേതായ വിശാല ലോകത്തേക്കായിരുന്നുവെന്ന് അദ്ദേഹം ഇന്ന് തിരിച്ചറിയുന്നു. ഞാൻ വാസ്തവത്തിൽ ഓർത്ത് നോക്കുമ്പോൾ ഒരു 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ എൻ്റെ ഏറ്റവും സന്തോഷപ്രദമായ സമയമായിരുന്നു. അന്ന് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല. കപ്പ, ആ പ്രദേശം മുഴുവനും കപ്പയിടുണ്ട്. കപ്പയിടും. ചാച്ചിഞ്ഞ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് കപ്പയിടിച്ച് കിട്ടുന്ന കാശ് മിക്കവാറും കാശിനൊരു പഞ്ഞുമില്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു 4ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സംഗതി സാവകാശം മാറി വന്നു. സാമ്പത്തികമായിട്ട് കുറഞ്ഞു. റേഷൻ കടയിൽ പോകേണ്ടി വന്നു. അന്ന് എനിക്ക് 4, 5, 9 വയസ്സ്. അവിടുന്ന് പള്ളിയിൽ നിൽക്കുന്ന വീട്ടിൽ 1 കിലോമീറ്ററോളം കൂടി പടിഞ്ഞാട്ട് പോയാലാണ് റേഷൻ കടയുള്ളത്. അപ്പോൾ അവിടെ കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വേണം വരാം. അപ്പോൾ ഞാൻ ക്ലാസ് വിട്ടിട്ട് പോയാൽ വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി. അതുകൊണ്ട് സാറ് ഒരു വീട്ടിൽ നേരത്തെ തന്നെ പറഞ്ഞു വിടും. അപ്പോൾ അത്യാവശ്യം മണ്ണെണ്ണയും അരിയുമൊക്കെയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മേടിക്കാനുള്ള സഞ്ചിയും കുപ്പിയും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നത് ഒരു നാണക്കേടായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ പൊതുവേ കുറേശ്ശെ നാണക്കേടിൻ്റെ ആരംഭങ്ങളായി, ബുദ്ധിമുട്ടുകളായി. സാമ്പത്തികമായിട്ട് കുറഞ്ഞതിൻ്റെ പേരിൽ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട്. അച്ഛൻ ദിവസം കിച്ചൻ ആ കാലഘട്ടത്തിൽ വന്ന് ഞാൻ കുർബാനയ്ക്ക് കൂടാൻ തുടങ്ങി. കുർബാനയ്ക്ക് കൂടുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയും പോകും. 5ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് പ്രയാസങ്ങൾ കൂടുതൽ വർദ്ധിച്ചു. അന്നേരം ഞാൻ കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ടായിരുന്നു. റബ്ബർ വെട്ടേണ്ട കാലമായി. റബ്ബർ വെട്ടാനായിട്ട് എൻ്റെ ഒരു പേരപ്പൻ പുള്ളി മരിച്ചുപോയി. പേരപ്പൻ എന്നെ വെട്ടാൻ പഠിപ്പിച്ചു. പോയി കത്തിയതുണ്ട് ഇങ്ങെടുത്തിട്ട് റബ്ബർ വെട്ടാനായിട്ട് പഠിപ്പിച്ചു. ഞാനത് നോക്കിയിട്ട് എനിക്ക് രസമാണ്. അപ്പോൾ അത് ആദ്യം ഒരു വർഷം ഒരു 4-5 എണ്ണം തമാശയായിട്ട് വെട്ടി. അത് കൊള്ളാമല്ലോ, നിനക്ക് വെട്ടാമല്ലോ. അത് പറഞ്ഞ് ഒരു 6ാം ക്ലാസ് മുതൽ ഒരു 120 മരം ഞാൻ വെട്ടണം. അതിൻ്റെ 10 വയസ്സാകുന്നേ ഉള്ളൂ. 10 വയസ്സായിട്ടേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ കടമയായി.
റബ്ബർ വെട്ടുക മാത്രമല്ല, വെട്ടുന്ന പാല് എത്ര കണ്ണുനീർ പോലെ ആണെങ്കിലും ഊറ്റിയെടുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത് എൻ്റെ തൊഴിലായി. ഉറയൊഴിക്കും, അമ്മ ഒഴിച്ചോളും. കാരണം ചാച്ചൻ പകുതി വെട്ടും, ഞാനും പകുതി വെട്ടും. ചാച്ചൻ വെട്ടുന്ന റബ്ബറിൻ്റെ പാല് അമ്മ എടുക്കും, ഉറയൊഴിക്കലൊക്കെ അമ്മ ചെയ്തോളും. പക്ഷേ ഈ റബ്ബർ വെട്ടി പാലെടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും കയ്യിലെല്ലാം വഴിച്ചിട്ട് റബ്ബർ പാലിൻ്റെ കറയെല്ലാം മറന്നു കൊടുക്കല്ല. എത്ര ശ്രമിച്ചാലും കയ്യിൽ നിന്ന് പോവില്ല. പിന്നെ വേഗം ഒന്ന് കുളിച്ച് എന്തെങ്കിലുമൊക്കെ അകത്താക്കിയിട്ട് ഓടും. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം രാവിലെ എണീറ്റ് ഈ മരവും വെട്ടി പാലും എടുത്ത് കുളിച്ച് വീട്ടുമ്പോഴത്തേക്കും പലപ്പോഴും താമസിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പം എന്തുകൊണ്ട് താമസിച്ചു എന്നാരും ചോദിക്കാറില്ല. ചോദിക്കേണ്ട കാര്യം അവർക്കില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെല്ലാൻ താമസിച്ചാൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പീരീഡൊക്കെ പുറത്ത് നിൽക്കണം. അങ്ങനെ അതൊരു വലിയ നാണക്കേടിന് വേറൊരു ഇതാണ്. ഇപ്പം പുറത്ത് നിൽക്കും. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് വിട്ടാൽ ഉടനെ ഞാൻ വീട്ടിൽ വരണം. വീട്ടിൽ വന്നിട്ട് ഈ വെച്ചിരിക്കുന്ന 1-2 ഷീറ്റും എടുത്തുകൊണ്ട് പിന്നെ റബ്ബർ അടിക്കാനായിട്ട് മിഷൻ ഉള്ള സ്ഥലത്തേക്ക് വേണം. അത് വീണ്ടും 2 കിലോമീറ്റർ. ഞാൻ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണിത്. ഇപ്പം ഞാൻ സാധാരണഗതിയിൽ സ്കൂൾ വിട്ട് ഇവിടെ വന്ന് റബ്ബർ ഷീറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുമ്പം പള്ളിക്കൂടത്തിൽ എൻ്റെ കൂട്ടുകാർ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മുണ്ട് കൊടുത്തൊരു വെനിയന് വിട്ട് തലയിൽ കെട്ടി ഈ റബ്ബർ ഷീറ്റും കൊണ്ട് പോകുന്നു. മറ്റുള്ളവരെല്ലാം ചിലപ്പോൾ കളിക്കാൻ പോകുന്നു, അടിപ്പാടി വന്നു. ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു അവസ്ഥയിൽ. വലിയ ഹ്യൂമിലിയേഷനാണ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ ക്യാരക്ടറിനെ ഒത്തിരി, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഒരു സെൽഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇമേജ് അങ്ങേറ്റം ഇടിച്ച് തകർത്തുന്നതിനുള്ള സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പം ഒരു ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതങ്ങനെ പോയി. അത് കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ എൻ്റെ റിഥം എനിക്ക് മാറ്റാൻ പറ്റില്ലായിരുന്നു. റബ്ബർ വെട്ടുകയും ആഴ്ചയിൽ എടുക്കുകയും ഷീറ്റ് അടിക്കുകയും ആഴ്ചയിൽ റേഷൻ അടിക്കുകയും അത് എൻ്റെ കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്നു. കർത്താവിന് ഏറെ പ്രിയങ്കരനായ ഈ ശുശ്രൂഷകന്റെ ജീവിതത്തിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ കല്ലുകൾക്കും മുള്ളുകൾക്കുമിടയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദൈവപരിപാലനയുടെ കിരണങ്ങൾ സുവ്യക്തമാണ്. ദൈവം രൂപകൽപ്പന ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ അഭിഷിക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളിലൂടെ ദർശിക്കുന്ന ഒട്ടേറെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇന്ന് അധ്വാനിക്കുന്നു. വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി മാറുവാനും ഒരു വലിയ വിഭാഗം ദുർബലർക്ക് ആശ്വാസമാകുവാനും വെളിച്ചത്തിലേക്കുള്ള വഴികാട്ടിയാകുവാനും അദ്ദേഹത്തിന് എളുപ്പം കഴിയുന്നു. 7ാം ക്ലാസ് പാസ്സാകുമ്പോൾ അവിടെ ഹൈസ്കൂൾ വന്നു, 3rd ഫോം. അപ്പോൾ നമ്മൾ ഫോമാണ് പറയുക. 3rd ഫോം, 4th ഫോം, 6th ഫോം വരെയാണ്. അന്ന് 11 ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ 3rd ഫോമിൽ ചേർന്നു. അത് വളരെ ഭംഗിയായിട്ടങ്ങ് പോയി. 4th വന്നപ്പോഴത്തേക്കും സാമ്പത്തികം വളരെ മോശം. അന്ന് ഒരു മാസം 6 രൂപ ഫീസ് കൊടുക്കണം. 6 രൂപ ഫീസ് കൊടുക്കുന്നത് പറഞ്ഞാൽ വലിയ തുകയാണ്. കാരണം 1 കിലോ റബ്ബർ എടുത്താൽ 2 രൂപ മറ്റേ കിട്ടുക. അപ്പോൾ ഒരാളുടെ പണിക്കൂലിയാണ്ട് 1.5 രൂപ 2 രൂപ ഉള്ളത്. കാരണം ഇന്നത്തെ ഒരു 1500 രൂപയോളം നമ്മൾ കണക്ക് കൂട്ടുന്നു. 6 രൂപ അത് വലിയ തുക. അത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പഠിത്തം നിർത്തി. പിന്നെ വർക്ക് കിച്ചൻ ആരുടെയോ ഒക്കെ സ്കോളർഷിപ്പ് സംഘടിപ്പിച്ച് 8ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 4th 5th കുറച്ചൊക്കെ അങ്ങോട്ട് പോയി. 6th ഫോം ആയപ്പോഴേക്കും പറഞ്ഞാൽ 11ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഒരു നിർത്തിയില്ലാണ്ടായി. മുന്നോട്ട് പോകാൻ പോയി യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പോക്ക് നിർത്തി. ഞാനിങ്ങനെ റബ്ബറും വെട്ടി ഷീറ്റും കൊണ്ട് പോകുമ്പോഴത്തെ സാർമാർ നീ എന്തേ പോകുന്നില്ല? എന്താ അല്ല, എന്തെങ്കിലും ഈ വഴിക്ക് വെച്ച് നിർത്തിയാൽ ശരിയാവുമോ? തുടങ്ങിയതൊന്നും അവസാനിപ്പിക്കണ്ടേ? എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് ഇവരാരും ചോദിച്ചില്ല. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു താനും? എനിക്ക് വിഷമമുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പോകാനുള്ള മാർഗ്ഗമില്ല. വിടണമെന്ന് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ വഴിയില്ല. ഇപ്പം അത്യാവശ്യം അരി മേടിക്കാൻ കാശില്ലാത്തവൻ എങ്ങനെ 6 രൂപയും പിന്നെ പുസ്തകം ഉണ്ടാക്കണം, അത്യാവശ്യം വേഷം വേണ്ടി. എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഷർട്ടും ഒരു മുണ്ടുമാണ്. ചെറിയ കുട്ടികളെ വിടുകയും ചെയ്യണം. ഒരു പെങ്ങളുടെ പഠിത്തം നിർത്തി ഇടയ്ക്ക് വെച്ച്. അവൾക്ക് അതിൻ്റെ ദുഃഖമുണ്ട്. 5ാം ക്ലാസ് കൊണ്ട് നിർത്തേണ്ടി വന്നു. ബാക്കിയുള്ളവരെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പഠിത്തം നിർത്തുകയല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജൂണിൽ ക്ലാസ് തുടങ്ങി. ഒരു ജൂൺ അവസാനം വരെ ക്ലാസ്സിൽ പോകുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെങ്കിലും ക്ലാസ്സിലെ ഫസ്റ്റ് ഒരിക്കലും ആയിട്ടില്ല. പക്ഷേ ആവറേജായിട്ട് നല്ല മാർക്ക് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു PV തോമസ് സാർ എന്ന് പറഞ്ഞൊരു സാർ, ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് എങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കൂട്ടുകാരൻ സെബാസ്റ്റ്യൻ പൂക്കുളം അച്ഛനുണ്ട് ഇവിടെ, എൻ്റെ കൂടുതൽ അച്ഛനായതാണ്. പുള്ളിക്കാരൻ സ്കൂളിൽ പോകുന്നത്. അയാൾ പറഞ്ഞു വിട്ടു,
നീ ഞാൻ മൈക്കിനോട് വരാൻ പറഞ്ഞു. അപ്പോൾ സെബാസ്റ്റ്യൻ വന്നു, നിന്നോടങ്ങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൽ പോകാത്ത എന്തിനാണ് സാറ് വിളിക്കുന്നത്? അതിലേക്ക് വരാൻ പാടില്ല, കാര്യം വിളിച്ചതല്ലേ, അത് ചെല്ല്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ കാലത്ത് ചെന്നു സാറിൻ്റെ വീട്ടിൽ. കാരണം പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരാൾ ഇപ്പോൾ സാറ് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. സാറ് നീ എന്തിയാ സ്കൂളിൽ വരാത്തെ? പറഞ്ഞു, സാറേ താല്പര്യം ചെല്ലില്ല, ഇതാണ് പ്രശ്നം, എനിക്ക് നല്ലൊരു ഷർട്ടും മുണ്ടുമില്ല. നീ കിട്ടിയത് എന്നാ കുഴപ്പം ഇതൊക്കെ ഉള്ളൂ, അല്പം സാരമില്ല. പിന്നെ പുസ്തകം മേടിക്കാൻ കാശില്ല, ഫീസ് തരാൻ കഴിച്ചില്ല, ഇത്രയേ ഉള്ളൂ. നിനക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഷർട്ട് ഇതൊക്കെ മതി, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും പൈസ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വരുമാനം ഉണ്ടാകുമ്പോൾ നീ പോയി കാര്യം ചെയ്ത് സ്കൂളിലേക്ക് പോകുമോ, ചാച്ചനെ വിളിച്ചുണ്ടോ, സ്കൂളിൽ വരാൻ പറ, ബാക്കി സോമവഴി നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ ഞാൻ പോയി വീട്ടിൽ നിന്ന് ചാച്ചനെ കൂട്ടി സ്കൂളിൽ വന്നു. സാറ് ചാച്ചനോട് പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ, ഇപ്പോൾ പുസ്തകം മേടിക്കാനായിട്ട് സ്റ്റോളിൽ നിന്ന് ഞാൻ ഗ്രൂപ്പ് തന്നു വിടാം, നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാനത് കൊടുത്തു, വായ്പ തന്നു. ഫീസിൻ്റെ കാര്യത്തിൽ ഫീസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇളവ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾക്കൊരു സ്കോളർഷിപ്പ് ഉണ്ട്, 6 3 രൂപയാക്കി തരാം, അതിപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി. അങ്ങനെ എന്നെ അവിടുന്ന് 11ാം ക്ലാസ്സിൽ ആയി. ഇടപെടൽ അങ്ങനെ ഓരോന്ന് വരിക, ഓരോ സ്ഥലത്തും വഴിമുട്ടിയെന്ന് വിചാരിക്കുന്നിടത്താണ് ഇതിരുന്നത്. അത് അവസാനമായപ്പോഴത്തേക്കും വളരെ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായി. സാധാരണഗതിയിൽ SSLC ലീവിങ് സർട്ടിഫിക്കറ്റ് സെക്കൻഡറി സ്കൂൾ കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. സെൻഡ് ഓഫും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഉണ്ടാകാറുണ്ട്. അന്ന് 2 രൂപ കൊടുക്കണം, ഒരാളുടെ അടുത്ത് നിന്ന് 2 രൂപ കൊടുക്കണം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും ഇതിനു വേണ്ടി. എനിക്ക് 2 രൂപയുടെ 2 അണ പോലും എടുക്കാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ പോലെ വേറൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചില്ല ചെയ്യുന്നത്. ഇപ്പോൾ കാശ് കൊടുക്കാതിനകത്ത് കയറിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് വെച്ചു. ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് ഈ SSLC സെൻഡ് ഓഫ് ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോയും ആ കൂട്ടുകാരൻ്റെ ഫോട്ടോയും ഇല്ല. 2 രൂപയുടെ ആയിരുന്നു പ്രശ്നം. അങ്ങനെ ഒരു ഇതാണ് സ്കൂൾ ഫൈനൽ പാസ്സാവുന്നത്. സ്കൂൾ ഫൈനൽ പാസ്സാകുമ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ 360 മാർക്കാണ് ഫസ്റ്റ് ക്ലാസ്സിന്, എനിക്ക് 380 മറ്റുണ്ടായിരുന്നു. അന്നൊരു വിദ്യാലയത്തിൽ 1-2 പേർക്കൊക്കെ അല്ലേ കിട്ടുള്ളൂ? അല്ല, ഫസ്റ്റ് ക്ലാസ് കുറവായിരുന്നു. ഇപ്പോൾ ഞാനത് അന്നത്തെ സ്കൂളിൽ 3ാമത്തെ 4ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അത് ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായെങ്കിലും സഹനത്തിന്റെ തീച്ചൂളിയിൽ ഉരുക്കി വാർത്ത ഈ അഭിഷിക്തന്റെ ജീവിതത്തിലെ ദിവ്യസ്പർശനത്തിന്റെ അനുഭവങ്ങൾ തുടരുന്നു. നീറുന്ന അനുഭവങ്ങളിൽ ദൈവകരം ദർശിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ഏതായാലും തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ള വ്യക്തമാണ്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞൊരു മാസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെടുന്നു എനിക്ക് തോന്നി. ശ്വാസം മുട്ടൽ കുറേ കുറഞ്ഞു, വേദനകൾ കുറഞ്ഞു, ശരീരം അല്പം ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു പുതിയ ജീവൻ തിരിച്ചു വരുന്നു എന്നപോലെ എനിക്ക് തോന്നി. അച്ഛൻ പറഞ്ഞു, നിന്നെ സമയത്ത് എടുക്കാൻ കൊള്ളിയൊന്നുമില്ല. അതെന്താ? എൻ്റെ കോലം കണ്ട് എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ, എൻ്റെ ഒരു തലയുണ്ട്, തലയിൽ കുറേ മുടിയുണ്ട്, അതല്ലാണ്ട് എന്താ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ സെമിനാരിൽ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ വർക്കിച്ചൻ എനിക്ക് ഒരു കത്ത് വന്നു, കൃഷിയുടെ ജാഗോച്ചൻ എന്തെങ്കിലും സഹായിക്കണം പറഞ്ഞു. പുള്ളി പറഞ്ഞു, എന്താ വേണ്ടത്, ഇതൊക്കെയാണ്. അപ്പോൾ പോരെ, പുള്ളിക്കാരൻ എന്നെ അവിടെ കടയിൽ കൊണ്ടുപോയി വേണ്ട ഷർട്ടിനും മുണ്ടിനും ഒക്കെ സാധനങ്ങളെല്ലാം പെട്ടി മേടിച്ച് പുള്ളിയാണ് എനിക്ക് തന്നുവിടുന്നത്. അപ്പോൾ ആ സഹായം പുള്ളിക്കാരൻ ഇന്ന് കുറേ തുടർന്ന് പോകുന്നിരുന്നു. എനിക്ക് ഒത്തിരി കടപ്പാടും നന്ദിയും ഉള്ള ഒരു മനുഷ്യനാണ്.